1 കിലോൻ്റെ ടെൻഡർ കൊക്കനട്ട് കേക്ക് അതിൻ്റെ ഡെക്കറേഷനാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കിലോൻ്റെ ഒരു വാനില കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ 3 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി കേക്ക് ഉണ്ടാക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് കുറച്ച് ഒരു തേങ്ങയുടെ ഇളനീരിൻ്റെ കഷ്ണങ്ങൾ പീസാണ് ഒരു ജാറിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ നമുക്ക് അടിച്ചെടുക്കാം. സെക്കൻഡ് വേണ്ടത് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ്. ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മതി. ഓക്കെ, വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് കുറച്ച് എടുത്തിട്ടുണ്ട്. നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട്, അതിൽ പോയി കാണാം. അങ്ങനെ കുറച്ച് നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം നമുക്ക് ഈ വൈറ്റ് ചോക്ലേറ്റ് ഗണാഷിൽ അതൊന്ന് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ പീസ് ഇട്ടിട്ട് അടിച്ച് വെച്ചിട്ടുള്ള ആ തേങ്ങയുടെ പേസ്റ്റ് ഉണ്ടല്ലോ, പേസ്റ്റ് പോലെ അടിച്ചെടുക്കണം. അതിട്ടിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം റെഡിയാക്കി വെക്കാം. അങ്ങനെ ക്രീം റെഡിയായി. അടുത്ത് നമുക്ക് വേണ്ട സിറപ്പാണ്. സിറപ്പിന് പകരം നമുക്ക് ടെൻഡർ കൊക്കനട്ട് കേക്കിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഇളനീരിൻ്റെ വെള്ളമാണ്. അതിലേക്ക് നന്നായിട്ട് പഞ്ചസാര, നല്ല മധുരം നല്ല മുന്നോട്ട് നിൽക്കുന്ന പോലെ തന്നെ നമുക്ക് ഏകദേശം അത് നല്ല പഞ്ചസാര ഇട്ടിട്ട് ചെയ്യാം. ഇനി നമുക്ക് കേക്കിൻ്റെ ഡെക്കറേഷൻ ഒന്ന് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് സാധാരണ നമ്മൾ ഫ്രോസ്റ്റിംഗ് പോലെ തന്നെ ഒരു ലെയർ വെക്കാം. അതിലേക്ക് സിറപ്പിന് പകരം നമ്മൾ ഇളനീരിൻ്റെ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, പഞ്ചസാര നിങ്ങൾക്ക് നല്ല മാക്സിമം നല്ല വേണമെന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്താൽ മതി കേട്ടോ. സാധാ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, റെഡിയാക്കി വെച്ചിട്ട് വിപ്പിംഗ് ക്രീം ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം, ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞിട്ടുള്ള ഇളനീരിൻ്റെ പീസസ് അതിങ്ങനെ കടിക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇളനീരിൻ്റെ പീസസ് ഓരോ ലെയറിലും ഫില്ല് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അടുത്ത ലെയർ വെച്ചു. അതുപോലെ തന്നെ വാനിലയുടെ ഒരു ഫ്ലേവറിലാണ് ഞാൻ കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ അടുത്ത ലെയർ വെച്ചിട്ട് അതുപോലെ തന്നെ നമ്മൾ ഇളനീർ വാട്ടർ എല്ലായിടത്തുനിന്ന് നനച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീമിൽ ഇപ്പോൾ വൈറ്റ് ചോക്ലേറ്റും പിന്നെ നമ്മൾ ഇളനീരിൻ്റെ പീസ് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ച് വെച്ചിട്ടുള്ള ആ മിക്സും കൂടെയാണ് ഫ്ലേവറാണ്. അതിൽ ആ വൈറ്റ് ചോക്ലേറ്റ് ഗണാഷിൻ്റെ ഇത് നിങ്ങളെടുത്തില്ലെങ്കിൽ വേണ്ട, അത് ഓപ്ഷനിലാണ്. പക്ഷേ ആ ചോക്ലേറ്റിൻ്റെ അത് വരുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യും. ഓക്കെ, ദെൻ തേർഡ് ലെയർ വെച്ചിട്ട് ഇതുപോലെ തന്നെ ഇളനീർ വാട്ടർ ഒഴിച്ചിട്ട് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. ദെൻ ഫസ്റ്റ് സാധാ നമ്മൾ ഫ്രോസ്റ്റിംഗ് പോലൊക്കെ തന്നെ ക്രം കോട്ടിങ് ചെയ്യുന്നു. ദെൻ ഫൈനലായിട്ട് ഫ്രോസ്റ്റിംഗ് കംപ്ലീറ്റ് ചെയ്യുന്നു. അതിന് സെയിം പ്രോസസ്സ് തന്നെ. വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മൾ ഫൈനൽ ഫ്രോസ്റ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതുമേ ഡെക്കറേഷനാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡെക്കറേഷൻ നിങ്ങൾ ഐഡിയ പോലെ ഞാനതുപോലെ തന്നെ ഒരു നോസിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റൗണ്ടിലൊന്ന് സെയിം ഡെക്കറേഷൻ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഞാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഓപ്ഷനിലാണ്. ഞാൻ ഏതായാലും കേക്കിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയത് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് സെൻറ്ററിൽ വൈറ്റ് സ്പഞ്ച് കേക്കിലൊക്കെ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ ഒരു പ്രത്യേക രസമാണ്, നല്ല ടേസ്റ്റ് ഫീൽ ചെയ്യും നമുക്ക്. ഓക്കെ, അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ ഇളനീരിൻ്റെ ടെൻഡർ കൊക്കനട്ട് കേക്കില്ല അതൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി കുറച്ച് ഇളനീർ പീസസ് മുകളിൽ വെച്ച് കൊടുക്കാം. ഓക്കെ, then ചോക്ലേറ്റ് ഒന്ന് സെറ്റ് ആകുമ്പോൾ റെഡി ആവട്ടെ. ഞാനത് ഡെക്കറേഷൻ കഴിഞ്ഞോട് കൂടിയിട്ട് അങ്ങനെ വെച്ചതുകൊണ്ടാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ ടെൻഡർ കൊക്കനട്ട് കേക്ക് 1 kg റെഡി ആയിട്ടുണ്ട്.